നെഹമ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 1 മുതൽ 73 വരെയുള്ള തിരുവചനങ്ങൾ. മതിലിന്റെ പണി തീർന്നു, കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സഹോദരൻ ഹനാനിയെയും കോട്ടക്കാവൽക്കാരുടെ അധിപനായ ഹനാനിയെയും ജെറുസലേമിന്റെ ഭരണം ഏൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറുസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ച് കുറ്റിയിടണം. ജെറുസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താന്താങ്ങളുടെ ഭവനത്തിന്റെ എതിർവശത്ത് സ്ഥാനം ഉറപ്പിക്കണം. തിരിച്ചു വന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു, നിവാസികൾ വിരളവും. വീടുകൾ പണിതീരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറെടുക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറുസലേമിലെയും യൂദായിലെയും നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യെശുവ, നെഹമ്യ, അസറിയ, റാമിയ, നഹമാനി, മൊർദെഖായ്, ബിൽഷാൻ, മിസ്പെരത്ത്, ബിഗ്ഗായി, നേഹും, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്. പാരോഷ് കുടുംബത്തിൽ 2172, ഷെഫാത്യ കുടുംബത്തിൽ 372, ആര കുടുംബത്തിൽ 652, പഹാദ് മോവാബ് കുടുംബത്തിൽപ്പെട്ട യേശുവയുടെയും യോവാബിന്റെയും സന്തതികളായി 2818, ഏലാം കുടുംബത്തിൽ 1254, സാത്ത് കുടുംബത്തിൽ 845, സക്കായി കുടുംബത്തിൽ 760, ബിന്നോയി കുടുംബത്തിൽ 648, ബേബായി കുടുംബത്തിൽ 628, അസ്ഗാദ് കുടുംബത്തിൽ 2322, അദോനിക്കാം കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആദേർ എന്ന് അറിയപ്പെടുന്ന ഹെസക്യായുടെ സന്തതികൾ 98, ഹാഷും കുടുംബത്തിൽ 328, ബെസായി കുടുംബത്തിൽ 324, ഹാരിഫ് കുടുംബത്തിൽ 112, ഗിബ്രിയോൻ കുടുംബത്തിൽ 95, ബേത്ലഹേമിലെയും നെത്തോഫാലിയയിലെയും പുരുഷന്മാർ 188, അനാത്തോത്തിലെ പുരുഷന്മാർ 128, ബേത് അവാസ്മേവത്തിലെ പുരുഷന്മാർ 42, കിരിയാത് യയാറിം, ഗെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ബേഗായിലെയും പുരുഷന്മാർ 621, മിക്മാസിലെ പുരുഷന്മാർ 122, ബെതേലിലെയും ആയയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലോം കുടുംബത്തിൽ 1254, ഹാരിൻ കുടുംബത്തിൽ 320, ജെറീക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേന കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ. യേശുവ കുടുംബത്തിൽ യദായയുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാരിം കുടുംബത്തിൽ 1017, ലേവ്യർ. ഹൊദേവ കുടുംബത്തിൽ യെശുവയുടെയും കദ്മിയേലിന്റെയും സന്തതികൾ 74, ഗായകർ. ആസാഫ് കുടുംബത്തിൽ
148. വാതിൽ കാവൽക്കാർ ഷല്ലൂം, ആദർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ഷോബായ് എന്നിവരുടെ സന്തതികൾ 138. ദേവാലയ ശുശ്രൂഷകർ സീഹ, ഹസൂഫ, തൊബാവോത്ത്, കേറോസിയ, പാദോൻ, ലബാന, ഹഗാബ, ഷൽമായി, ഹാനാൻ, ഗിദൽ, ഗാഹാർ, റയായ, റസിൻ, നെക്കോദോ, ഗസാം, ഉസ, പാസയ, ബേസായ്, മെയുനിം, നഫുഷെസിം, ബക്ബുക്, ഹക്കൂബ, ഹറോർ, ബാസ്ലിദ്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോത്തായ്, സോഫെറേത്ത്, പെരീദ, യാല, ദാർഗോൻ, ഗിദൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കേരത്ത്, ഹസേബ്യായിം, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ 392 പേർ. തെൽമേല, തെൽഹർഷ, കെരൂബ്, ആദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേല്യരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹൊബായ, ഹക്കോസ്, ബെർസില്ലൈ എന്നിവരുടെ സന്തതികൾ. ബെർസില്ലൈ കുടുംബക്കാരുടെ പൂർവികർ ഗിലെയാദുകാരൻ ബെർസില്ലായുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നത് വരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. ജനം ആകെ 42,360 പേർ. ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337 പേരും ഗായകന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതുകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ഷാളന പാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രവും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേല്യരെല്ലാം താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7-ാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു.